യെസ് ഐ എക്സിസ്റ്റ്. ശുണ്ട്രിമോളു ഏറ്റവും വലിയ ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. അത്ര അടിപൊളി ഫുഡും നല്ല ആംബിയൻസും ആയിരുന്നു. എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് സുന്ദരി ഇങ്ങോട്ട്. ഒരിക്കലും ട്രൈ ചെയ്യില്ല എന്ന് ഞാൻ. ഫിഷ് മന്തി ഉണ്ടല്ലോ എന്റെ പൊന്നോ. ഹായ് ഗൈസ്, ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് ട്രെയിൻ ജേണിയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിൽ വലിയ ബാഗൊക്കെ ഉണ്ട്. എല്ലാം പെട്ടിയും കിടക്കെ എല്ലാം പാക്ക് ചെയ്ത് നമ്മുടെ AMCസിയുടെ പരിപാടിക്ക് പോവുകയാണ്. അപ്പം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നിട്ട് അവിടെ നിന്ന് നാളെയാണ് പരിപാടിക്ക് പോകാൻ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. എന്ത് വരാമെന്നൊന്നും ഒരു പിടി ഉണ്ടായിരുന്നില്ല. അവസാനം എൻ്റെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 4 ആയിരുന്നു, സ്റ്റെക്നസിന്. ഞാൻ ഇവിടെ വന്ന് ഓടിപ്പിടിച്ച് ബസ്സിന് കയറി. ബസ് ഏറ്റവും വലിയ കോമഡി അതല്ല, ബസ് എൻ്റെ കൺമുന്നിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് പോയി. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ബസ്സുള്ളൂ. അപ്പോഴത്തേക്കും എൻ്റെ ട്രെയിൻ പോകും. അവസാനം ഞാനും എൻ്റെ ഫ്രണ്ട് ഇർഫാനും കൂടെ ബസ്സിനെ ചേസ് ചെയ്ത് പിടിച്ച് ബസ്സിൽ കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിലെത്തുമ്പോൾ ട്രെയിൻ വരാൻ ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ. എൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ. പ്ലാറ്റ്ഫോം നമ്പർ 4 ആണ്. അപ്പോൾ ഇതിപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. അത് കഴിഞ്ഞ് 5, 6, 7 ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 4 കാണുന്നില്ല. ഞാൻ ഈ റെയിൽവേ സ്റ്റേഷന് ചുറ്റും ഒരു 5 മിനിറ്റ് വലം വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ബസ് സ്റ്റേഷനെത്തി. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇനി ബസ് സ്റ്റേഷനെത്തി. പിന്നെ 5 മിനിറ്റ് കൂടെ എൻ്റെ ട്രെയിൻ പോകാൻ. അങ്ങനെ ഞാനൊരു അപ്പാപ്പനെ കണ്ടു. അപ്പാപ്പനോട് ചോദിച്ചപ്പോൾ അപ്പാപ്പൻ പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച കാറ്റിലും മഴയിലും പ്ലാറ്റ്ഫോം നമ്പർ 4ൻ്റെ ബോർഡ് താഴെ വീണ് തകർന്നു പോയി. എത്രയും എന്നൊക്കെ പറഞ്ഞു. മോളെ ആ 3യുടെ അപ്പുറത്ത് കാണുന്നില്ലേ, അതാണ് 4. എൻ്റെ പൊന്നെ, അവിടുന്ന് ഞാൻ വെച്ച് പടച്ചോടി അവിടെ ചെന്നപ്പോഴത്തേക്കിനും ടിക്കറ്റ് കാണിച്ചപ്പോഴത്തേക്കിനും അയാൾ പറഞ്ഞത് വേറെ കണ്ടേക്കുള്ള ടിക്കറ്റാണ്. അയ്യോ, ഞാൻ പറഞ്ഞു എൻ്റെ ട്രെയിൻ ആക്ച്വലി ഞാൻ ബുക്ക് ചെയ്ത രാവിലത്തെ ട്രെയിൻ ക്യാൻസലായിരുന്നു. അപ്പം അതിന് പറയാൻ എനിക്കൊരു മെയിൽ വന്നു. ഈ ടിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് ഒന്നുകിൽ ഏർലിയർ ട്രെയിൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പിന്നെ ആ മെയിൽ തപ്പാനായിട്ടുള്ള മെയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മെയിൽ തപ്പിയപ്പം എൻ്റെ ഫോണിന് റേഞ്ച് ഇല്ല. സീന്. അവസാനം അയാൾ പറഞ്ഞു ഓക്കെ ഒരു കാര്യം ചെയ്ത് റേഞ്ച് വരുന്ന ഇവിടെ നിൽക്കുക. അപ്പം ഞാൻ ബാക്കി പാസഞ്ചേഴ്സിൻ്റെ ടിക്കറ്റ് നോക്കി അവരെ വിട്ടെന്ന് പറഞ്ഞു. അവസാനം ഞാൻ ആ ഫോൺ കൊണ്ടിട്ട് അതിൻ്റെ ഒരു മൂലയ്ക്കോട്ട് ഓടി അവിടെ നിന്ന് റേഞ്ച് പിടിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ TTR ആണെന്ന് തോന്നി. ഇപ്പോൾ TTR എന്നാണെന്ന് പറയുന്നത്. അവിടെ തന്നെ ഇങ്ങനെ കൈകൊണ്ട് വിളിച്ച് ഓടി വാ. അവസാനം ഞാൻ ഇങ്ങനെ എത്തിപ്പിടിച്ച് അവസാനം എനിക്ക് മെയിൽ കിട്ടി. ഒന്ന് പറയണ്ട, ഡാർക്ക് സീന്. അവസാനം മെയിൽ അയാളെ കാണിച്ച് പിന്നെ അയാൾ കയറി ഇരുന്നോളാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്താ ഇവിടെ കയറി ഇരിപ്പുണ്ട്. ഞാൻ ഇവിടുത്തെ ട്രെയിനിൻ്റെ സെറ്റപ്പ് കാണിച്ചിട്ട് നിങ്ങളെ. ഇവിടെ ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. നമുക്ക് ഫുഡൊക്കെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ലാപ്ടോപ്പോ ഫോണോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സിനിമ കാണണമെങ്കിൽ സിനിമ കാണാം. സെറ്റാണ്. ഇതാ ഫുള്ള് ഗ്ലാസ് ഒക്കെയാണ്, കണ്ട കൊള്ളാം. പിന്നെ ഇതാ മുകളിൽ കാണുന്നത് ക്യാമറയാണ് കേട്ടോ. ആദ്യത്തെ ട്രെയിൻ യാത്രയുടെ എക്സൈറ്റ്മെന്റിൽ ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു കിടു ട്രെയിനാണ്, ഇരിക്കാനൊക്കെ നല്ല ഇരുന്നും കിടന്നൊക്കെ പോകാമെന്ന്. പക്ഷേ രണ്ടാമത്തെ ട്രെയിൻ കയറിയപ്പം എനിക്ക് ഇരിക്കാൻ പോലും സീറ്റ് കിട്ടിയില്ല ഗൈസ്. പിന്നെ നമുക്ക് സ്റ്റോപ്പൊക്കെ കൺഫ്യൂഷൻ വരത്തില്ല. ആ സ്ക്രീനിൽ കണ്ടോ ഓരോ സ്റ്റോപ്പ് ഇങ്ങനെ എഴുതി കാണിക്കും. പിന്നെ നമ്മൾ അനൗൺസ് ചെയ്യുകയും ചെയ്യും ഓരോ സ്റ്റോപ്പ് എത്തുമ്പം. അപ്പം നമുക്ക് അങ്ങനെ അധികം കൺഫ്യൂഷൻ ആവില്ല. ബട്ട് ഗൈസ് യെസ് ഐ എക്സിസ്റ്റ്. എന്നിട്ടും ഞാൻ ട്രെയിൻ മാറി തെറ്റി കയറി തെക്കോട്ട് കൊണ്ട് ട്രെയിൻ വടക്കോട്ടൊക്കെ കയറി അവസാനം എങ്ങനെയൊക്കെയോ എബിൻ്റെ വീട്ടിൽ 7:30 എത്തണം. ഞാൻ 9:00 എത്തിയത്. പിന്നെ എബിൻ്റെ വീട്ടിൽ വീട്ടിലൊക്കെ സമയം കിട്ടിയില്ല. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ഉള്ള കോലമാണിത്. AMCC പ്രോഗ്രാമിന് പോകാൻ റെഡി ആവുകയാണ്. രാവിലെ മുതല് ഇവിടെ എബിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇവിടെ എന്റെ കല്യാണത്തിന് പോലും അവൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടാവത്തില്ല. അതാ ഡെൽനയും അമ്മയും കൂടെ എബിനെ ഒരുക്കി ഇറങ്ങി വരുന്നു ഗൈസ്. ഞാൻ 6 മണി മുതൽ ഇവിടെ റെഡിയായി നിൽക്കുക. 2 മണിക്കൂർ എബിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പൊ അങ്ങനെ ഞങ്ങൾ AMCസിയുടെ പരിപാടിക്ക് പോകാൻ വേണ്ടിട്ട് റെഡിയായി നിൽക്കുക. പാവൻ ഡെൽനയ്ക്ക് വരാൻ പറ്റില്ല. ശുണ്ട്രിമോളു ഒരു സേ ഹായ് പറഞ്ഞേ. സേ ഹായ്. പാവൻ ഡെൽനയ്ക്ക് കൊച്ചിനെ കൊണ്ട് പരിപാടിയുടെ ഇടയ്ക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഡെൽന വരുന്നില്ല ഗൈസ്. അപ്പൊ ഞങ്ങള് എല്ലാം സെറ്റാണ്. എബിന് വേണ്ടിയിട്ടുള്ള നോട്ടുമാല, ചെണ്ട്, ഹാരം എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പൊ നമ്മള് റെഡി ആയിട്ട് പരിപാടിക്ക് പോകാൻ പോവാണ്. 10 മണിയാകുമ്പോഴാണ് പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞേക്കുന്നത്. 103 മൈൽ ഇവിടുന്ന്. ഞാൻ രാവിലെ 6 മണിക്ക് എണീച്ചാണ് ഗൈസ്.
നേരത്തെ വീഡിയോയിൽ സത്യാവസ്ഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ടിട്ട് പിന്നെ കുഴപ്പമില്ല. എന്നാലും എന്റെ പിന്നെ നീ എന്തിനാണ് എത്ര സമയം ഒരുക്കാൻ എടുക്കുന്നത്? എത്ര പേരാണ് തന്നെ ഒരുക്കാനായിട്ട്? മുടി സെറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറെ സമയം എടുത്ത്. ഓക്കെ, ട്രാഫിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരിക്കും അറിയത്തില്ല, കുഴപ്പമില്ലായിരിക്കുമല്ലേ പിന്നെ രാവിലെ കണ്ടിട്ട്. നമ്മളിവിടെ സർവീസസ് കയറിയിരിക്കുകയാണ്. എബിനവിടെ ഒരു കോഫി മേടിക്കാൻ വേണ്ടിട്ട് നിൽക്കുവാണ്. വീഡിയോ പിടിക്കായിരുന്നു. പോണ്ടടാ, മതിയുടെ വീഡിയോ പിടിച്ചോണ്ട് ബാക്കി ഇവിടുന്ന് ഒരു 1 hour കൂടി ഉള്ളു ഇനി ലൂട്ടണിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ നേരെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ലൂട്ടണിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേരള ഹട്ട് റെസ്റ്റോറൻറ്റ് ലൂട്ടണിലുള്ള ഒരു മലയാളി റെസ്റ്റോറൻ്റ് ആണിത്. സൗത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ AMCCയുടെ പ്രോഗ്രാമിൻ്റെ മീറ്റപ്പ് നടക്കുന്നത്. അപ്പോൾ ഞാനും എബിനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ AMCC ഫാമിലിയിലെ നമ്മളെല്ലാവരും ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. ഇവിടെ ഗ്രൂപ്പിൽ എല്ലാവരെയും പരിചയമുള്ളവരാണ്. നേരിട്ട് ഇപ്പോൾ എല്ലാവരെയും കാണുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. അതുപോലെ നമ്മുടെ വിശിഷ്ട അതിഥി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷെഫ് ജോമോൻ ചേട്ടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഷെഫ് ജോമോൻ ചേട്ടനെ. UK അത്യാവശ്യം വളരെയധികം ആരാധകരുള്ള ഒരു സെലിബ്രിറ്റി ഷെഫാണ് ജോമോൻ ചേട്ടൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ഒരുപാട് വ്യക്തികൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ എന്ത് ഞാൻ പറ ഫ്ലോയിങ് കളഞ്ഞു നീ പോടുന്നു. അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഒരുപാട് പരിപാടികൾ ഇവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ അധികം ഫണ്ണി ആയിട്ടുള്ള ഗെയിംസ്, അതുപോലെ തന്നെ വന്ന എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും കുറച്ച് സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് മോണ്ടിനഗ്രയിലേക്ക് ഒരു ഫ്രീ ട്രിപ്പാണ് ഡ്രീംസ് ഇന്റർനാഷണൽ ട്രാവൽസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ കേരള ഹട്ട് റെസ്റ്റോറൻറ്റിൻ്റെ വക നമുക്ക് കുറച്ച് രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങളും സംഭവങ്ങളും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു DJയും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത്. ഇനിയാണ് കഥയിലെ ട്വിസ്റ്റ്. നമ്മുടെ പ്രോഗ്രാം നടത്താനിരുന്ന ആങ്കർ കുട്ടിക്ക് സമയത്ത് വരാൻ പറ്റിയില്ല. ഒരു മെഡിക്കൽ എമർജൻസി വന്നത് കാരണം അവസാനം ഞാൻ സ്പോട്ട് ആങ്കറിങ് ഏറ്റെടുക്കേണ്ടി വന്നു ഗൈസ്. പക്ഷെ നമ്മുടെ AMCCയിൽ നമ്മുടെ ചങ്ക് ബ്രോസ് തന്ന ധൈര്യത്തിൽ ഞാനങ്ങ് കയറി. ആദ്യം തന്നെ നമ്മുടെ AMCC നടത്തുന്ന ഫസ്റ്റ് മീറ്റപ്പിലേക്ക് ഇന്നിവിടെ എത്തിച്ചേർന്നിരുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഞാനും അഭിഷേകയും കൂടി ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആങ്കർ വന്നു. പിന്നെ എൽമയായിരുന്നു ആങ്കർ. എൽമയും നമ്മുടെ കൂടെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്തു. പിന്നെ നമ്മുടെ ഷെഫ് ജോമോൻ ചേട്ടനും അതുപോലെ ലൈലാക്ക് ഫിനാൻഷ്യൽസിന്റെ MD ശ്രീ ചെറിയാൻസ് കറിയ സാർ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടിയാണ് നമ്മുടെ പ്രോഗ്രാം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അയ്യോ കഥ പറഞ്ഞു. AMCC എന്താണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല. അസോസിയേഷൻ ഓഫ് മലയാളി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്. വലിയ ചെറുപ്പങ്ങളൊന്നുമില്ലാതെ നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്, നമ്പർ ഓഫ് ഫോളോവേഴ്സ്, ഇതൊന്നും ഒരു മാറ്റർ അല്ല. കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഏതൊരു ഇൻഫ്ലുവൻസറിനും നമ്മുടെ ഈ ഒരു ഫാമിലിയിൽ മെമ്പർ ആവാൻ പറ്റും. തീർച്ചയായിട്ടും അന്യോന്യം പരസ്പരം ഒരാളുടെ ഉയർച്ചയിൽ മറ്റൊരാൾ സപ്പോർട്ടായിട്ട് ഒരു ഐക്യത്തോടുകൂടി പോകുന്ന ഒരു ബെസ്റ്റ് അസോസിയേഷനാണ് AMCC. അപ്പോൾ ഇതിന്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെയധികം അഭിമാനിക്കുന്നു. ഒരുപാട് നല്ല നല്ല ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെക്കാൻ പറ്റി. ഇനിയും നമ്മുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. വീണ്ടും ഒരുപാട് പ്രോഗ്രാമുകൾ വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് പ്രോഗ്രാം നല്ല കളറാക്കി. ഇത് കേക്ക് കട്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ AMCCയുടെ ഒരു കേക്കൊക്കെ മേടിച്ച് എല്ലാവരും കൂടി കട്ട് ചെയ്തു. നമ്മുടെ DJ ചേട്ടനാണ് കേട്ടോ, റിജോയ്സ് ചേട്ടൻ. അടിപൊളി DJ ആയിരുന്നു ചേട്ടൻ്റെ, ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ അങ്ങനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. സംഭവം മൊത്തത്തിൽ കളറായിരുന്നു. അപ്പോൾ ഞാനിന്നിവിടെ നമ്മുടെ AMCCയുടെ മീറ്റപ്പിന് വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാനിവിടെ മീറ്റ് ചെയ്തു. ഇവിടെ എൻ്റെ ജൂനിയർ ആയിട്ട് പഠിച്ചാണ് കോളേജിൽ, ക്രിസ്റ്റീന. അവളിവിടെ ലൂട്ടണിൽ സെറ്റിൽഡാണ്. പ്രോഗ്രാമിന് വന്നപ്പോൾ ഞാൻ അവളെ കാണാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അടുത്തായത് കാരണം അവളെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ്സ് എത്ര ഉണ്ട്? 20 മിനിറ്റ്സ് ട്രാവലുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ച തിരക്കിനിടയിലും അവള് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡെന്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. ഇവിടെ ലൂട്ടൺ തന്നല്ലേ? കാവ്യനെ പറ്റി 2 വാക്ക് സംസാരിക്കാനാണ്. പിന്നെ നമ്മുടെ
നമ്മുടെ കേരള ഹട്ട് റെസ്റ്റോറൻറ്റിൻ്റെ വക നല്ല അടിപൊളി ഫുഡായിരുന്നു. അപ്പം, സ്റ്റൂ, അതുപോലെ ബിരിയാണി, പിന്നെ എന്താ പറയുക സ്നാക്സ് ഐറ്റംസ്, സമോസ, കട്ട്ലറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല, കിഡു ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും എബിനും ക്രിസ്റ്റീനയും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഐറ്റംസ് ഒക്കെ നിങ്ങളെ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. ലൂട്ടണിലേക്ക് വരുന്ന എല്ലാവർക്കും ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യുന്നു. അത്ര അടിപൊളി ഫുഡും നല്ല ആംബിയൻസും ആയിരുന്നു. സ്റ്റാഫൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മൾ പരിപാടിയൊക്കെ ഏകദേശം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. അവിടെ ഒരാൾ തുടങ്ങി കേട്ടോ. നമുക്ക് ക്ഷമയില്ല. എനിക്ക് വീഡിയോ പിടിക്കാതെ വേറെ രക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ പിടിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇവനോട് ഡെൽന ഇവന്റെ വൈഫ് പ്രത്യേകം പറഞ്ഞാണ് വീഡിയോ പിടിക്കാനായിട്ട്. അപ്പം പക്ഷെ അതൊക്കെ മറന്നുപോയി. എന്നോട് പ്രത്യേകം പറഞ്ഞോളൂ പിടിക്കുന്നുണ്ടോ? ശരി, ഓക്കെ. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിച്ചിട്ട് ഈ ചെറിയ കുറച്ച് പരിപാടികളും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകും. എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ജോമോൻ ചേട്ടനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ഷെഫാണ് ചേട്ടൻ. ഞങ്ങളുടെ AMC പ്രോഗ്രാമിന്റെ ഇനാഗ്രേഷൻ വേണ്ടിയിട്ട് വന്നതാണ്. ആങ്കറിംഗ് ചെയ്ത കുട്ടിയാണ്. ഭയങ്കര അടിപൊളി ആങ്കറിംഗ് ആയിരുന്നു. ഓൾ ദി ബെസ്റ്റ്. പ്രോത്സാഹിക്കാൻ വേണ്ടിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞതാണ്, ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു, ഭയങ്കര എനർജി ആയിരുന്നു, വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷേ നിങ്ങൾ അത് മാത്രമേ കാണിക്കാത്തതാണ് നിങ്ങളുടെ മടി. എന്റെ കൂടെ ഉള്ളത് ഷിനോബ്രോയാണ്. ഞാൻ ഷിനോബ്രോയാണ് നമ്മുടെ AMCCയുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വന്നപ്പോഴാണ് പരിചയപ്പെടുന്നത്. ഓൾറെഡി എനിക്കറിയാം, നേരിട്ട് കാണുന്നത് ഇപ്പോഴാണ്. ഷിനോബ്രോ, എങ്ങനെയുണ്ട് നമ്മുടെ പരിപാടികളൊക്കെ? ആദ്യം പരിപാടിക്ക് വരുന്നത് കാവ്യയെ പറ്റി പറയണമല്ലോ. കാവ്യാണ് വന്നപ്പോ തന്നെ ഏറ്റവും വേഗം നമ്മുടെ അടുത്ത് കമ്പനിയായി. അപ്പൊ കാവ്യ പോരാത്തിന് പല്ല് ഡോക്ടറും കൂടെ ആണല്ലേ. പരിപാടി അടിപൊളിയായിരുന്നു. കാവ്യ അടിപൊളിയായിരുന്നു. എല്ലാം ഉഷാറായിട്ട് നടന്നിട്ടുണ്ട്. ഇവിടെയുള്ള ഓരോരുത്തരും നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനൊക്കെ മടിച്ചിരിക്കുന്ന ഒരാളായിരുന്നു. കാരണം തിരക്കാണ്, സമയമില്ല. ഇത് തന്നെ ക്ലീഷേ എക്സ്ക്യൂസസ് ആയിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ഈ അസോസിയേഷനിൽ വന്നതിന് ശേഷം, നമ്മുടെ ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ഓരോ ദിവസവും ഓരോരുത്തർ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ താങ്ക് യു ഷിനോബ്രോ, പരിചയപ്പെട്ടൊരു സന്തോഷം. സന്തോഷം. അടുത്തത് ലക്കി ഡ്രോ ആണ് ഗൈസ്. ആർക്കാണ് മോണ്ടെനെഗ്രോയിലേക്ക് ഫ്രീ ട്രിപ്പ് ബൈ ഡ്രീംസ് ഇന്റർനാഷണൽസ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പൊ ഇതാ നമ്മുടെ ജോമോൻ ചേട്ടൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇന്നസെന്റിനെ ഓർമ്മ പോകുന്നു എനിക്ക്. പോകട്ടെ ഒന്നേ ഇതുവരെ കറക്റ്റ് ആയിരുന്നോ? 3 7 കിട്ടിയോ? 6 കിട്ടിയതുണ്ടോ? എത്ര കൈ നോക്കി? 9 ഞാൻ ബസ് വിളിക്കേണ്ട വരും. 8 4 ഓ 6 ഓം കുറഞ്ഞല്ലോ. ഇതുവരെ കറക്റ്റ് ആരൊക്കെ ഉണ്ട്? മെസ്സിയോ അടുത്തത്? 0 ഒന്നുകൂടി മെസ്സിയോ? ഒരു 0 കൂടെ. ലാസ്റ്റ് വായിക്കട്ടെ. ആരൊക്കെ ഉണ്ട് ഇതുവരെ കറക്റ്റ് ആയത്? എല്ലാവരും ഉണ്ടോ? 1 2 3 4 പേരുള്ളോ? വായിക്കട്ടെ. എന്തെങ്കിലും ഗസ് ഉണ്ടോ? എനി ഗസ്? 4 ആർക്ക് കിട്ടിയ? അബീഷ. ഓ അബീഷ അങ്ങനെ അബീസൊക്കെയാണ് ലക്കി ഡ്രോ വിന്നർ ആയത്. സത്യം പറഞ്ഞാൽ ലക്കി ഡ്രോയിലെ ഈ മോണ്ടെനെഗ്രോയിലേക്കുള്ള ഈ ഒരു ഫ്രീ ടിക്കറ്റ് ഒരാൾക്ക് മാത്രമാണ്. പക്ഷെ നമ്മുടെ ഡ്രീംസ് ഇന്റർനാഷണലിലെ ജോചേട്ടന്റെ വിശാല മനസ്കത കാരണം അബീസയ്ക്കും വൈഫിനും കൂടി 2 ടിക്കറ്റ് അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് മോണ്ടെനെഗ്രോയിലേക്ക്. അങ്ങനെ ഒരുപാട് വ്യക്തികളെ പരിചയപ്പെടാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, പഠിക്കാൻ പറ്റി. അങ്ങനെ ഞാനും ക്രിസ്റ്റിയും കൂടെ വർഷങ്ങൾക്ക് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇത് അവസാനം നമ്മുടെ AMCCയിലെ ഓരോ മെമ്പേഴ്സിനും നമ്മുടെ ഗ്രൂപ്പിന്റെ വക ഷാജി ചേട്ടൻ, നമ്മുടെ ഗ്രൂപ്പിന്റെ അഡ്മിൻ, നമ്മുടെ ഷാജി ചേട്ടൻ, നമ്മുടെ ഗ്രൂപ്പിന്റെ തല്ല തൊട്ടപ്പൻ, എല്ലാവർക്കും ഗ്രൂപ്പ് മെമ്പേഴ്സിന് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ചെറിയൊരു DJയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ റിജോസ് ചേട്ടന്റെ വക DJ ഒരു രക്ഷയില്ല, പോലെ DJ ആയിരുന്നു. പിന്നെ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മഹേഷ് പത്മനാഭൻ, അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പരിപാടി മൊത്തത്തിൽ കളറായിരുന്നു.
ഗൈസ് ഇന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര 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 എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എൻ്റെ സ്വന്തം ചേച്ചി, ഞങ്ങൾ ഒരമ്മയുടെ വയറ്റിൽ പറഞ്ഞില്ലെന്നുള്ളൂ. ഇതൊക്കെ അതിശയോക്തിയായിട്ട് പറയുന്നല്ലോ കേട്ടോ. അതുപോലെയാണ് എൻ്റെ സ്വന്തം ചേച്ചി ജിസ്മോൾ ചേച്ചി എൻ്റെ കോളേജിൽ എൻ്റെ സീനിയറായിട്ട് പഠിച്ചത്. അന്ന് മുതൽ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തുടങ്ങിയ ബന്ധമാണ് ഞങ്ങളുടെ. സീനിയർന്ന് ഞാനിങ്ങനെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ എൻ്റെ സ്വന്തം ചേച്ചിയാണ്. അപ്പോൾ ചേച്ചീനെ വർഷങ്ങൾക്ക് ശേഷം, ചേച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ ചേച്ചീനെ ലാസ്റ്റ് കണ്ടത്. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 7 വർഷമായി. ഇന്ന് ഞങ്ങളിവിടെ നമ്മുടെ AMCസിയുടെ പരിപാടിക്ക് വന്നപ്പോൾ ചേച്ചി ഇവിടെ അടുത്താണ് ചേച്ചിയുടെ സ്ഥലം. അങ്ങനെ ഞങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് സുന്ദരി ഇങ്ങോട്ട്. കുറേ വർഷത്തിന് ശേഷം ഞങ്ങൾ മീറ്റ് ചെയ്യുന്ന ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ്. ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ട്, വിൻചേട്ടനും ഉണ്ട് ഇവിടെ. അപ്പം നമ്മളെല്ലാവരും കൂടി ഏത് ഷോപ്പിലേക്ക് ചേച്ചി പോകുന്നത്? നമ്മുടെ അടുത്ത് ഓക്കെ. അപ്പൊ ഞങ്ങൾ നടന്നത് ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഷോപ്പ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ അടിച്ചിട്ട് ബിരിയാണി വിചാരിച്ചു. അങ്ങനെ ജിസ്റ്റയുടെ ഹസ്ബൻഡാണ് എവിൻ ചേട്ടൻ റൈറ്റ് സൈഡിൽ പോകുന്നത്. അപ്പൊ എവിൻ ചേട്ടന്റെ കമ്പനി അടിക്കാൻ എബിനെ കൂട്ടിന് കിട്ടി. ഒരു അക്ഷരത്തിന്റെ വ്യത്യാസമുള്ളൂ കേട്ടോ, എബിനും മറ്റേത് എവിനും. ചേട്ടാ ഇവനെ പിന്നെ വേണ്ട, ഇവനെ കുറെ വ്ലോഗ് എടുത്ത് ഞാൻ തകർത്തതാ. മതി നിന്റെ മോന്ത കുറെ പതിഞ്ഞതില്. നമ്മളപ്പോൾ ഇവിടെ അങ്ങനെ ചായലിംഗ് എന്ന് പറഞ്ഞ ലൂട്ടനിലെ ഒരു മലയാളി റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഓൾറെഡി ഞാൻ കേരളത്തിലെ ഫുഡ് കഴിച്ചാണ് എൻ്റെ വയറ് നിറഞ്ഞിരിക്കുക. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. ചേച്ചി അവിടെ മെനു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫിൽ ഒരിക്കലും ട്രൈ ചെയ്യില്ല എന്ന് ഞാൻ ഉറപ്പിച്ചൊരു കോമ്പിനേഷനായിരുന്നു പഴംപൊരിയും ബീഫും. പക്ഷേ അന്നത്തെ ദിവസം ഞാനത് ട്രൈ ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കെന്തോ എരിവും വരെ ഇഷ്ടം, പക്ഷേ ഇത് അടിപൊളിയായിരുന്നു. ഗൈസ്, ഇപ്പം നമ്മൾ ഇവിടുത്തെ വെറൈറ്റി ചായലിംഗ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമ്മൾ പഴംപൊരിയും ബീഫും കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ കുറച്ച് വെറൈറ്റി ഡിഷസ്, ഫിഷ് മന്തി, അതുപോലെ തന്നെ കപ്പ ബിരിയാണി, അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങളിവിടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ലൈറ്റായിട്ട് കഴിച്ചിട്ട് പഴംപൊരി കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ അബീസിക്കയൊക്കെ അവിടെ ഇരുന്ന് ഫുഡ് വ്ലോഗ് എടുക്കുന്നുണ്ടത്. എന്നാൽ പിന്നെ കൂടിയേക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളും അതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു. ഇനി ബാക്കി ഫുഡിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് പോവാം. നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ചേട്ടന് മാത്രമേ ആ ഒരു ഓർമ്മ പോയുള്ളൂ, ആ ഒരു മനസ്സ് തോന്നിയുള്ളൂ. ലൈഫിൽ ആദ്യമായിട്ട് അന്ന് കുറെ ഐറ്റംസ് ഞാൻ ചായലിംഗിൽ നിന്ന് ട്രൈ ചെയ്തു. ഈ ഫിഷ് മന്തി ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ കപ്പ ബിരിയാണി ഞാൻ കഴിച്ചിട്ടുള്ള നേരത്തെ, അടിപൊളിയായിരുന്നു എല്ലാം. അടിപൊളി കപ്പ ബിരിയാണി സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ബീഫ് മന്തി, ഫിഷ് മന്തി നമ്മൾ കഴിച്ച് ഏകദേശം തീർത്തിട്ടുണ്ട്. പൊറോട്ട, ബിരിയാണി ഒരു രക്ഷയില്ല കേട്ടോ, എല്ലാം സൂപ്പറായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും ലൂട്ടനിലേക്ക് വരുന്നവരെയും നമ്മൾ ഇവിടുത്തെ ചായലിംഗ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് നമ്മുടെ ചായലിംഗിലെ ഷെഫ് ചേട്ടനാണ്. പൊന്നോ, പുള്ളിയാണ് ഈ ഫിഷ് മന്തി ഉണ്ടാക്കുന്നതിൽ കുറെ എല്ലാ ഐറ്റംസും പുള്ളിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളിയായിരുന്നല്ലോ. ഞങ്ങൾ ഇപ്പൊ തൽക്കാലത്തേക്ക് ബൈ പറയുകയാണ്. വീണ്ടും ഞങ്ങൾ കണ്ടുപിട്ടുന്നതായിരിക്കും ഗൈസ്. എന്നാലും ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി 7 വർഷം കഴിഞ്ഞിട്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ ശരി, അപ്പൊ ചേച്ചി ഇനി കാണാം. ശരിക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ വീണ്ടും ഇനിയും ഇതുപോലെയുള്ള ഗംഭീര മീറ്റപ്പുകളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ.